ഹായ് ആൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള PSCയുടെ 2026 ഇലക്ട്രിക്കൽ മേഖലയിലെ ഉദ്യോഗാർത്ഥികളുടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2026 എന്ന് പറയുന്നത് ഇതിനോടകം വന്ന നോട്ടിഫിക്കേഷനിൽ തന്നെ ഇലക്ട്രിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം അവസരങ്ങൾ നൽകുന്നതാണ്. അതായത് ബിടെക് ബിരുദധാരിയായ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എഴുതാൻ കഴിയുന്ന വ്യത്യസ്ത തരത്തിലുള്ള എക്സാമുകളുണ്ട്. അതായത് AE ലെവലിലുള്ള എക്സാമിനേഷൻ ഉണ്ട്. അതുകൂടാതെ അതിന് താഴോട്ടേക്ക് പോകുമ്പോൾ ഏതാണ്ട് ITI ലെവൽ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ എക്സാമിനേഷനുകളുടെ ഒരു നീണ്ട നിരയുണ്ട്. അപ്പോൾ ഈ ഓരോ എക്സാമിനേഷനും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യുവാനും അതിൽ ഉയർന്ന റാങ്കിലെത്താനും കഴിയുന്നതാണ്. അത്യാവശ്യം നിയമനങ്ങൾ നടന്ന തസ്തികകൾ പോലും ഇതിലുണ്ട്. അത് മാത്രമല്ല, 2026 ഇലക്ട്രിക്കൽ മേഖലയിലേക്ക് മാത്രമായിട്ട് പുതിയ നോട്ടിഫിക്കേഷനുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ നിങ്ങൾക്ക് വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ളതാണ് ഈ ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് ഏതൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. KCBയിലെ സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തിക വളരെ ആകർഷകമായ ഒരു തസ്തികയാണ്. ഈ ഒരു തസ്തികയിലേക്ക് കയറുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു മറ്റ് ഇലക്ട്രിക്കൽ മേഖലയെ അപേക്ഷിച്ച്, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഈ ഒരു തത്തുല്യമായ തസ്തികയ്ക്ക് നിന്ന് ഭിന്നമായിട്ട് കുറച്ചും കൂടി സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. KCBക്കെല്ലാം പൊതുവെ സാലറി കുറച്ച് കൂടുതലായതുകൊണ്ട് എവിടെയും ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഇതിൻ്റെ DOE നിലവിൽ വന്നിരിക്കുന്നത് 2023 ഇപ്പോൾ 2023 വന്നതിൻ്റെ DOE എന്തായാലും 29/11/2026 വരെ ആയിരിക്കും ഇതിൻ്റെ കാലാവധി. അതിൻ്റെ പിറ്റേ ദിവസം മുതൽ പുതിയ DOE നിലവിൽ വരണം, അല്ലെങ്കിൽ പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരണം എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള ഇപ്പോഴത്തെ PSCയുടെ ഒരു നയമായതുകൊണ്ട് അതിന് കണക്കാക്കി തന്നെ കേരള PSC ഉറപ്പായിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അന്ന് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ DOE പ്രകാരം അന്ന് മൊത്തത്തിൽ മെയിൻ ലിസ്റ്റിലേക്ക് 941 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത് കേവലം 131 വേക്കൻസികൾ മാത്രമായിരുന്നു. ഇതിലേക്ക് ഇതിനോടകം 691 പേരെ എന്ത് ചെയ്തു, നിയമിച്ചിരിക്കുന്നു എന്നിടത്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഈ ഒരു നമ്പർ ഓഫ് അഡ്വൈസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം നടക്കുന്ന അതേ മാഗ്നിറ്റ്യൂഡിൽ തന്നെ ഈ നിയമനങ്ങൾ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മേഖലയിൽ എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രാധാന്യം കൂട്ടുന്നു. കാരണം ഓരോ ദിവസവും KCB വളരുകയാണ്. KCB സപ്ലയർ എന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് വൈദ്യുതി മേടിച്ച് വിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി മാറുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സൂപ്പർവൈസറി റോളായിട്ടുള്ള ഈ ഒരു സബ് എഞ്ചിനീയറിൻ്റെ റോളും കൂടി വരും. അപ്പം KCBക്ക് അറിയാം, നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ KCBയുടെ പല ഡിവിഷനുകളും പുതുതായിട്ട് വന്നിട്ടുണ്ട്. പവർ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്യാരക്ടർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നതുകൊണ്ട് തന്നെ ഇവിടെ മാൻ പവറിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു ടെക്നോളജിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വേക്കൻസി കൂടുകയുള്ളൂ. മാത്രമല്ല, ഈ ഒരു പോസ്റ്റിന് വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ടുണ്ടാകുന്ന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ എളുപ്പമാണ്. മാത്രമല്ല, ജോലി കിട്ടിയാൽ തന്നെ AE എക്സാമിനേഷന് ഏതാണ്ട് 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വരും. അതായത് KCBയുടെ ഒരു പാറ്റേണനുസരിച്ച് 10% നിയമനം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നടക്കുന്നുണ്ട്, AE പോസ്റ്റിലേക്ക് നടക്കുന്നുണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും അത് എഴുതി നിങ്ങൾക്ക് AE ആവാനുള്ള ഒരു മാർഗവുമാണ്. അതായത് നേരിട്ട് കോമ്പറ്റീഷൻ എഴുതുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഡിപ്പാർട്ട്മെന്റിൽ എക്സാം വഴി കയറുന്നത്. നമുക്കറിയാം, അവസാനം നടന്ന ഈ എക്സാമിനേഷൻ, അതായത് ഇത്തരത്തിൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് നടന്ന എക്സാമിനേഷനിൽ മുഴുവൻ കാൻഡിഡേറ്റ്സും, ആ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ കാൻഡിഡേറ്റ്സിനെ എടുത്തുകൊണ്ടാണ് ആ ലിസ്റ്റ് ക്യാൻസൽ ആക്കി മാറ്റുകയായിരുന്നു ചെയ്തത്. അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു പോസ്റ്റിനെ വളരെയധികം ഫോക്കസ് ചെയ്ത് വേണം പഠിക്കാൻ. ഡിപ്ലോമ അടിസ്ഥാന യോഗ്യതയായിട്ട് വരുന്ന ഒരു പോസ്റ്റിന് ബിടെക്കുകാർക്കും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മറക്കണ്ട, ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈം ലക്ഷ്യമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു പോസ്റ്റാണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിയമനം ധാരാളം നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന, എന്നാൽ ഒരു എൻട്രി ലെവൽ പോസ്റ്റാണ്. പണ്ട് കാലങ്ങളിൽ മസ്ദൂർ എന്ന് വിളിക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ KCB അതിന്റെ യോഗ്യത മാറ്റി, അതിനോടനുബന്ധിച്ച് ഗവൺമെന്റ് അതിന്റെ പെർമിഷനും കൊടുത്ത് അതിന്റെ രീതി മാറ്റിയിട്ടുണ്ട്. നേരത്തെ 7ാം ക്ലാസ്സും അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി മാത്രം, പോസ്റ്റിൽ കയറാനുള്ള കഴിവ് മാത്രം മതിയായിരുന്നു ഈ ഒരു പോസ്റ്റിലേക്ക്. മസ്ദൂർ എന്ന് പറയുന്ന ഒരു തസ്തികയായിരുന്നു. ഈ ഒരു പോസ്റ്റ് മാറിയിട്ട് നിലവിൽ അതിന് ITIയും 10ാം ക്ലാസ് യോഗ്യതയും അടിസ്ഥാന യോഗ്യതയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പോസ്റ്റും KCBയിൽ നമുക്ക് കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ഇവിടെ അടിസ്ഥാനമായിട്ട് ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ DOE നിലവിൽ വന്ന 2013 അത് വർഷങ്ങളായി കഴിഞ്ഞിരിക്കുന്നു DOE വന്നിട്ട്. ഈ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ കാലതാമസം ഉണ്ടായത്. യോഗ്യതയിൽ മാറ്റവും ഗവൺമെന്റ് അപ്രൂവലും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇതും ഇത്തരത്തിലുള്ള ഒരു വലിയ മാറ്റത്തിന് വിധേയമായി ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അതായത്
13 ശേഷം ഇങ്ങോട്ട് നിയമനങ്ങൾ കുറേ അധികം പെൻഡിങ് ആയി കിടക്കുന്നുണ്ട് തന്നെ ഇതിന് ഇനിയൊരു നോട്ടിഫിക്കേഷൻ വന്ന് നിയമനം നടക്കുമ്പോൾ ഒരു വലിയ മാസീവ് റിക്രൂട്ട്മെന്റ് ആയിരിക്കും നടക്കാൻ സാധ്യത ഈ പോസ്റ്റിലേക്ക്. ഇപ്പോൾ ഈ ജോലികളൊക്കെ കരാറടിസ്ഥാനത്തിലും മറ്റുമൊക്കെയാണ് നടക്കുന്നത്. എന്തുകൊണ്ട് തന്നെ ഈ പോസ്റ്റുകൾക്ക് ധാരാളം ഇതുണ്ട്. മാത്രമല്ല ഇവിടെയൊക്കെ ധാരാളം പേര് താൽക്കാലികമായിട്ടൊക്കെ നിയമിച്ചിട്ടുണ്ട്. ഇതൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി എന്ത് തന്നെയാണെങ്കിലും വലിയ രീതിയിലുള്ളൊരു നിയമനം നടക്കും. ഏതാണ്ട് 4020 പോസ്റ്റുകളായിരുന്നു അവസാനത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം, അതായത് 30/9/2013 വന്ന DOE പ്രകാരം നിയമനം നടത്തിയിരിക്കുന്നത്. അതായത് ജില്ലാടിസ്ഥാനത്തിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇത് മാറിയിട്ട് ഒരുപക്ഷെ ഈ 4 എന്നുള്ളത് 5 or 6 ഒക്കെ ആയിട്ട് ഉയരുന്ന രീതിയിലേക്കായിരിക്കും ഇനിയത്തെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. ഇതും നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു തസ്തികയാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമിനേഷൻ വന്നിട്ടുള്ള എക്സാമിനേഷൻ്റെ സ്ലോട്ട് വന്നിട്ടുള്ള ഇതിനോടൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാമിനേഷനാണ്. അതിൽ പ്രധാനമായിട്ടും ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയാണ്. കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളിലേക്കുമാണ്, കേരളത്തിലെ എല്ലാവിധ യൂണിവേഴ്സിറ്റികളിലേക്കുമാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. ഇലക്ട്രിക്കൽ ഹെൽപ്പർ എന്നുള്ളതാണ്. അത് റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിലേക്കാണ്. അടുത്തത് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യനാണ്. ഇത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലുള്ള ITകളിലേക്കാണ് വരുന്നത്. അടുത്തത് ഇലക്ട്രീഷ്യൻ കേരള വാട്ടർ അതോറിറ്റി. അടുത്തത് ഇലക്ട്രീഷ്യൻ തന്നെ ആനിമൽ ഹസ്ബൻഡറി. അടുത്തത് ഇലക്ട്രിക്കൽ ഹെൽപ്പർ, അതായത് ഇലക്ട്രിക്കൽ ലൈൻ ഹെൽപ്പർ എന്ന് പറയും. അത് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇതിന് കുറച്ച് എക്സ്പീരിയൻസ് ചോദിക്കുന്ന ഒരു പോസ്റ്റാണ്. അടുത്തത് ലൈൻമാൻ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിക്കൽ വിങ്ങിലേക്കാണ്. അപ്പം ചില പോസ്റ്റുകൾക്കൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് എന്ത് വേണം, വയർമാൻ ലൈസൻസ് മസ്റ്റാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വയർമാൻ പ്ലസ് സൂപ്പർവൈസറി ഒക്കെ വേണം. അപ്പം ഈ യോഗ്യത ഇല്ലാത്ത പോസ്റ്റുകളാണ് ഏറിയതും. ഒരു പോസ്റ്റ് മാത്രമേ ഉള്ളൂ അത്തരത്തിലുള്ളത്. ഈ മാത്രമല്ല ഈ പരീക്ഷയുടെ സ്ലോട്ടും കേരള PSC ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജൂലൈ സെപ്റ്റംബർ മാസത്തിലാണ് ഇതിൻ്റെ ഒരു സ്ലോട്ട് വന്നിരിക്കുന്നത്. ഇനി കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഓപ്പറേറ്റർ എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ട്. അത് ഇലക്ട്രിക്കലുകാർക്കും മെക്കാനിക്കലുകാർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഇതിൽ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യനുകളിൽ 2 ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഉറപ്പുള്ളതാണ്. എന്നാൽ ഒരു ITI ലെവലിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ 2 മെക്കാനിക്കലിൻ്റെ ഏരിയാസും അതുപോലെ തന്നെ ഇലക്ട്രിക്കലിൻ്റെ ഏരിയാസും ഒരുപോലെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിലും നിയമന സാധ്യതകൾ വളരെ കൂടുതലാണ്. നമ്മൾ മസ്ദൂറിനൊക്കെ പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു നിയമന സാധ്യത വളരെ കൂടുതലായിട്ടുള്ളൊരു പോസ്റ്റാണ് ഈ ഒരു ഓപ്പറേറ്റർ. ഇതും നിങ്ങളുടെ മുമ്പിലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൻ്റെയും എക്സാം സ്ലോട്ട് കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും നടക്കുന്നത്. അതായത് ഇത്രയധികം അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ളപ്പോൾ നിങ്ങൾ കൃത്യമായ ഒരു തയ്യാറെടുപ്പ് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ സ്ട്രീമിലുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു സർക്കാർ ജോലി എന്ന അവരുടെ ഏറ്റവും വലിയ ഡ്രീം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സുവർണ്ണ അവസരമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സുവർണ്ണ അവസരം നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളെ തേടിയ ഒരു സർക്കാർ സർവീസ് ഇപ്പോൾ തന്നെ എത്തും. ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും കിട്ടില്ല എന്ന ധാരണയിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ നോക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഓരോരോ എക്സാമുകളായിട്ട് നിങ്ങൾക്ക് പിന്നാലെ കിട്ടും. അതായത് ഒരു എക്സാമിനേഷനുള്ള തയ്യാറെടുപ്പ് നിങ്ങളെ ബാക്കി എല്ലാ എക്സാമിനേഷനിലേക്കും കൊണ്ടെത്തിക്കും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുത്ത് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ എഴുതുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഏറെക്കുറെ KSEBയുടെ സബ് എഞ്ചിനീയറും അതുപോലെ തന്നെ മസ്ദൂറിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ എക്സാമിനേഷൻ തയ്യാറെടുക്കാം. ഒരു നീണ്ട ഒരു പ്രിപ്പറേഷനിലൂടെ നിങ്ങൾക്ക് ഒരു പക്ഷേ 1 or 2 ഒക്കെ റാങ്കിലേക്കൊക്കെ എത്താനുള്ള അവസരം കൂടി കിട്ടും. KCB സബ് എഞ്ചിനീയറിലേക്കൊക്കെ ഏറ്റവും ടോപ്പ് റാങ്കിലേക്കൊക്കെ എത്താനായിരിക്കും ഇത്തരം എക്സാമിനേഷനുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങളെ സഹായിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ എക്സാമിനേഷനുകളുടെയാണ്. മാത്രമല്ല നിങ്ങളുടെ സർക്കാർ ജോലിയിലേക്കുള്ള ഒരു വലിയ സ്വപ്നത്തിലേക്കുള്ള ഒരു വഴി കൂടിയാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ എല്ലാ എക്സാമുകളുടെയും കോഴ്സുകൾ ഏൺസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഈ കോഴ്സുകൾ ഒന്നുകിൽ ഓരോരോ കോഴ്സായിട്ട് ജോയിൻ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോംബോ ഓഫറുകൾ നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കോംബോ ഓഫറിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആകർഷകമായ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ രീതിയിലും നിങ്ങൾക്ക് സ്വന്തമാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോഴ്സിൽ ജോയിൻ ചെയ്തും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പം എത്രയും പെട്ടെന്ന് പഠനം കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക. ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഈ കോഴ്സിനെ പറ്റി അറിയുന്നതിനും ഒപ്പം തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് ദൂരീകരിക്കുന്നതിനുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.